പ്രിലിമിനറി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യമാണ് പോർച്ചുഗീസ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? ഹെർമൻ ഗുണ്ടർട്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് ബ്രഫോ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് ബ്രഫോ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിൻ്റെ പേരാണ് ബ്ലഡി സൺഡേ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോപാസ്. താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയിൽ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? പാരാദ്വീപാണ്. താഴെ പറയുന്ന ആഗോളതാപനത്തിന് കാരണമായ മുഖ്യ വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ അധ്യക്ഷനും 2 അംഗങ്ങളും. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദം. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കുക? 48 മണിക്കൂർ. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്ന കാലതാമസമുണ്ടായ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും അടയ്ക്കേണ്ട പിഴ എന്ന് പറയുന്നത് 250 രൂപ. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയിൽ സമത്വം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ്? ഫ്രാൻസ്. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്ഷേമരാഷ്ട്രം. ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സ്പീക്കർ. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സംവിധാനം ജുഡീഷ്യൽ റിവ്യൂ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാന നിയമം നിർമ്മിച്ചാൽ കേന്ദ്ര നിയമം മാത്രമേ സാധുതയുള്ളതാകൂ. അടുത്ത, താഴെ പറയുന്നവയെ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഏത്? പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് വരുമാന നികുതിയാണ്. ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് ബജറ്റ്. ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് ബജറ്റ്. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. താഴെ പറയുന്ന മൂലധന ചെലവ് ഉൾപ്പെടാത്ത ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. മനുഷ്യ ശരീരത്തെ ഏറ്റവും വലിയ ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗം സ്കർവി. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് റേച്ചൽ കഴ്സൺ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം.